ഉച്ചക്കലത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെറിയൊരു ട്രിപ്പ് പോകുകയാണ് കേട്ടോ. വേറെ എങ്ങോട്ടുമല്ല, ഭൂതത്താൻകെട്ട് ഡാം ഒന്ന് കാണാമെന്ന് ഓർത്ത്. കാരണം ഞങ്ങൾ ഇതുവരെയായിട്ട് ആ ഒരു പ്ലേസിലേക്ക് പോയിട്ടില്ല. അപ്പം നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് ഗൂഗിൾ അമ്മായി 2 വഴി കാണിച്ചു തന്നു. അതിലൊരു വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ വഴി അടിപൊളി വഴിയാണ് കേട്ടോ. കാരണം 2 സൈഡും നിറച്ച് മരങ്ങളൊക്കെ വന്നിട്ട് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ വീടുകളൊക്കെ അതിൻ്റെ ഇടയിലുണ്ട്. എന്നാലും കൂടുതലായിട്ട് ഈ ഏരിയയിൽ റബ്ബറും കൃഷി, പൈനാപ്പിൾ കൃഷി, പിന്നെ കപ്പ കൃഷി, അങ്ങനെ ഒരുപാട് ഐറ്റംസിൻ്റെ കൃഷി ചെയ്യണ ഒരു ഏരിയ ഉണ്ട്. പിന്നെ കുറേ വലിയ മരങ്ങളൊക്കെ വന്ന ഒരു കാടുമാതിരി വന്ന ഒരു ഏരിയയൊക്കെ ഉണ്ട്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഒരു പ്രത്യേക വൈബായിരുന്നു ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര. ഞങ്ങളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാ. എന്തായാലും നമ്മൾ മെയിൻ റോഡിൽ കൂടെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ഒരു ഹാപ്പിനെസ് കിട്ടൂല കേട്ടോ നമ്മൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതേ ഇപ്പോൾ ഒരു റബ്ബറും തോട്ടത്തിൻ്റെ അവിടെ വണ്ടി നിർത്തി ഒന്ന് ചുമ്മാ അവിടെ ഒന്ന് ഇറങ്ങി വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. നൈസായിട്ടുണ്ട് പ്ലേസൊക്കെ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡാണ് കേട്ടോ, ഇതാണ് ഷട്ടർ. അപ്പോൾ ഇതിൻ്റെ 2 ഷട്ടർ ഇപ്പോൾ ഓൾറെഡി അവർ തുറന്നിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ കൂടെയാണ് ഈ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ റെഡ് കളർ കാണേണ്ട അതാണ് അതിൻ്റെ മെയിൻ ബ്രിഡ്ജ്, അതായത് ഓപ്പണിങ് ഭാഗം അവിടെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഒരു വഴി പോകുന്നുണ്ട്. അവിടെ വന്നിട്ട് നമ്മൾ നോക്കിയപ്പോൾ ഇതുകൊണ്ട് അത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമായിട്ട്, എന്ത് ഭംഗിയാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ വിസിറ്റേഴ്സ് വളരെ കുറവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു ഏരിയനെ പറ്റി അധികം ആർക്കും അറിയില്ല എന്ന് തോന്നണം. എല്ലാവരും ആ ഭൂതത്താൻകെട്ട് ഡാം കണ്ടു കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്തൊരു പാർക്കുണ്ട്, അവിടെ ഞങ്ങൾ കയറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ആളുകൾ പോകുന്നു തോന്നണ്. പക്ഷേ ഇങ്ങനെ ഒരു പ്ലേസ് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം അധികം ആളുകളൊന്നുമില്ല, നമുക്ക് നല്ല പ്രൈവസി ആയിരുന്നു. കുറേ ടൈം നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് കുട്ടികളായിരുന്നെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു, നമ്മളാണെങ്കിലും നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ ആ ഒരു ഏരിയ കാണാൻ പറ്റൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ കുറേ നേരം വെള്ളത്തിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ എന്തായാലും ട്രിപ്പ് പൊളിച്ചു. നമ്മൾ ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ വീട്ടിൽ പോണതിന് മുന്നേ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് ഓർത്ത്. അപ്പം നമ്മൾ ആലുവ തോട്ടുമുഖത്തുള്ള ഖവാലി എന്ന് പറഞ്ഞ ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ വന്നത്. അവിടെ വന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മൾ വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതേ നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വേറൊന്നുമില്ല, അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.